കോഴിക്കോട്ട് മദ്യലഹരിയിൽ തോക്ക് ചൂണ്ടി വധഭീഷണി. ഓഫീസേഴ്സ് ക്ലബ്ബിലാണ് മദ്യപാനി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ആലക്ഷ്യമായി തോക്ക് നിലത്തിട്ടിട്ടും ക്ലബ്ബ് അധികൃതർ തോക്ക് പിടിച്ചെടുത്തില്ല. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, ആരാണ് ഈ മദ്യപാനി? സുജയപാർവതി, മിനിങ്ങാന്ന് രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ക്ലബ്ബാണ് ഓഫീസേഴ്സ് ക്ലബ്ബ്. ജില്ലാ കളക്ടറാണ് ഈ ക്ലബിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഗസറ്റഡ് ഓഫീസർമാർ, അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ക്ലബിലെ അംഗങ്ങൾ. അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ ഈ സംഭവം നടക്കുന്നു. അതായത് ആ ക്ലബിലെ തന്നെ ഒരു അംഗമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, മൊബൈൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത്, ഞാൻ കെ വേണുഗോപാലിന്റെ മകനാണെന്ന് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങൾ പോലും പറയാൻ കഴിയാത്ത രീതിയിൽ അമിതമായ മദ്യലഹരിയിലായിരുന്നു അദ്ദേഹം. 2 കാലം നിൽക്കാൻ കഴിയാത്ത രീതിയിൽ മദ്യപിച്ചിരുന്നു. അങ്ങനെ അവിടുത്തെ ക്ലബ്ബിലെ അംഗങ്ങൾ ആ ക്ലബ്ബിലേക്ക് രാത്രി കയറി വരുന്ന സമയത്ത് തന്നെ ഫ്രണ്ട് ഓഫീസിൽ വെച്ച് ഇദ്ദേഹം ചെറിയ തരത്തിലുള്ള വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനുശേഷം മുകളിലാണ് ബാറുള്ളത്. ആ ബാറിലിരുന്ന് മറ്റ് അംഗങ്ങൾ മദ്യപിക്കുന്ന സമയത്ത് ഇദ്ദേഹം മുകളിലേക്ക് കയറി ചെല്ലുകയും അവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അരയിൽ തിരികെ വെച്ച പിസ്റ്റളാണുള്ളത്. ആ പിസ്റ്റൾ ഷർട്ട് പൊന്തിച്ച് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഭീഷണി തുടരുകയും അരയിൽ നിന്ന് ആ പിസ്റ്റൾ എടുത്ത് അവിടെ ഇരുന്ന മറ്റ് മെമ്പർമാരുടെ നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് CCTV ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം ആ ക്ലബ്ബിൽ അംഗങ്ങൾ എത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു. അതിനുശേഷം ക്ലബ്ബ് പൂട്ടുന്നത് രാത്രി 11 മണിക്കാണ്. വധഭീഷണി, ഇതുപോലെയുള്ള എലമെന്റ്സ് അതിനെ നമ്മൾ കൃത്യമായും തുടച്ചെറിഞ്ഞേ മതിയാകൂ. മദ്യം മാത്രമല്ല, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലും ഇതുപോലെ പ്രകോപിതരാകുന്ന ആളുകൾ വലിയ അപകടങ്ങളിലേക്കൊക്കെ ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചണിചേർന്ന് മുന്നോട്ട് പോകാം.